നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നമ്മളൊന്ന് ഗ്രൂമൊക്കെ ചെയ്ത് നമ്മുടെ ബോഡി ഓർഡർ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ബ്രത്താണ്. ബാഡ് ബ്രത്ത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. എന്തുകൊണ്ടാണ് ബാഡ് ബ്രത്ത് വരുന്നത്? പ്രധാനമായിട്ടും മോണരോഗം, ജിഞ്ചൈവൈറ്റിസ്, പല്ലിലും മോണയുടെ ഇടയിൽ അഴുക്ക് നിന്നിട്ട് വരുന്ന മോണരോഗമാണ് പ്രധാനമായിട്ടും ബാഡ് ബ്രത്ത് ഉണ്ടാക്കുക. അത് ഈസി ആയിട്ട് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ക്ലീനിങ് ചെയ്ത് കുറച്ച് നാൾ മൗത്ത് വാഷ് യൂസ് ചെയ്താൽ മാറാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഒരു കാര്യം ഡ്രൈനെസ്. നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ വായിൽ ഡ്രൈ ആയി മാറുമ്പോഴും ബാഡ് ബ്രത്ത് ഉണ്ടാവാം. ചില കേസസിൽ ചില ഫംഗൽ ഇൻഫെക്ഷൻസ് ബാഡ് ബ്രത്ത് ഉണ്ടാക്കാം. ചില കേസസിൽ പല്ലിൽ വരുന്ന പഴുപ്പ്, ആപ്സസ്, അത് ഈ പുളിപ്പ് ടേസ്റ്റും ബാഡ് ബ്രത്തും ഉണ്ടാക്കാം. സോ ഈ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഒരു ഡെന്റിസ്റ്റിന് സോൾവ് ചെയ്ത് തരാൻ പറ്റും. ചില ആൾക്കാർക്ക് വയറിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഗ്യാസ്ട്രോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബാഡ് ബ്രത്ത് ഉണ്ടാക്കാറ്. അപ്പം നിങ്ങളൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കണ്ട ആവശ്യം വരും. സാധാരണഗതിയിലുള്ള എല്ലാ ബാഡ് ബ്രത്തും നിങ്ങളുടെ ഡെന്റിസ്റ്റിന് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരെ വേണമെങ്കിലും പോയി മീറ്റ് ചെയ്യാം.